പ്രളയത്തെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 2018 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളം കയറാത്ത രീതിയിലാണ് 24 കിലോമീറ്റർ വരുന്ന AC റോഡ് നവീകരിച്ചത്. ഏകദേശം 800 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിലായത്. പ്രളയങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത് സാധാരണ നിരപ്പിൽ നിന്നും ഉയർത്തി നിർമ്മിച്ച AC റോഡാണ് ചെറിയ മഴയിൽ തന്നെ വെള്ളത്തിലായത്. കിലോമീറ്ററിന് 30 കോടി രൂപയോളം ചെലവഴിച്ചിട്ടും കുട്ടനാട്ടിൽ പ്രളയസമാനമായ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരുന്നിട്ട് പോലും റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. ഓട പ്ലസ് ലെവലിലും റോഡ് മൈനസ് ലെവലിലും നിർമ്മിച്ചതടക്കം വലിയ അപാകതകളാണ് റോഡിലുള്ളത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ചും ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. റോഡിൽ വെള്ളം ഉയർന്നതോടെ സമീപത്തെ വീടുകളും വെള്ളക്കെട്ടിലായി. മെയ് മാസത്തിൽ വെള്ളം പൊങ്ങി, അതും ഇവിടെ കവിഞ്ഞൊഴുകി. അപ്പോൾ ഇതിപ്പം ആകശാസ്ത്രമല്ലേ, ഇപ്പോഴും കവിഞ്ഞൊഴുകി. അവരാദ്യം പറഞ്ഞിവിടെ വെള്ളം കയറത്തേയില്ല, ഒഴുക്കുണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ജൂണിൽ നെടുമുടിപ്പാലത്തിൽ അടുത്തയിടെ ടാറിംഗ് പൂർത്തിയായ സ്ഥലത്ത് പല ഭാഗങ്ങളിലായി ടാറിംഗ് ഇളകിയത് വിവാദമായിരുന്നു. റോഡിന്റെ ഇരുവശത്തും ഓട നിർമ്മിച്ചതിനാൽ മുൻകാലങ്ങളിലേതുപോലെ ഇരുവശങ്ങളിലേക്കും സുഗമമായി വെള്ളമൊഴുകി മാറുന്നില്ല. റോഡിൽ നിന്ന് ഓടയിലേക്ക് വെള്ളമൊഴുകി ഇറങ്ങാനുള്ള കുഴികൾ പലതും അടയുന്നതാണ് ഒഴുക്കിന് തടസ്സമാകുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും AC റോഡിൽ വെള്ളം കയറിയിരുന്നു. ആക്ഷേപമുയർന്നപ്പോൾ റോഡ് പണി പൂർണ്ണമായില്ലെന്ന് പറഞ്ഞ് അധികൃതർ തടിതപ്പുകയായിരുന്നു. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവുകയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും കൂടുന്നതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.